പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അത് വാസ്തു പ്രശ്നങ്ങൾ മൂലമാണെങ്കിൽ അത് എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയി പ്രകാരം വിദ്യാഭ്യാസത്തിന്റെ ദിക്കായിട്ട് കണക്കാക്കുന്നത് ഏതൊരു വീടിന്റെയും വടക്ക് കിഴക്ക് ഭാഗം, അതായത് നോർത്ത് ഈസ്റ്റ് കോർണറാണ്, ഈശാന കോൺ. അപ്പൊ ഈശാന കോണിൽ നിർമ്മിതിയിൽ വന്നിട്ടുള്ള തെറ്റുകൾ മൂലവും വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാവാം. അവിടെ എന്തൊക്കെ തെറ്റുകളാണ് വരാൻ സാധ്യതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആ ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ടായിരിക്കുക. രണ്ട്, ആ ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വാട്ടർ ടാങ്ക് എന്നിവ ഉണ്ടായിരിക്കുക. മൂന്ന്, വീടിന്റെ നിർമ്മിതിയിൽ വടക്ക് കിഴക്ക് മൂല നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് വടക്ക് കിഴക്ക് മലിനപ്പെട്ടു പോവാം, വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സമുണ്ടാകും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടി കിടക്കുന്ന ബെഡ്റൂമും വളരെ പ്രധാനമാണ്. അപ്പോൾ ഏതൊരു വീടിനും ഓരോ ദിക്കിലും ഒരു എനർജി ഉണ്ട്. അത് നല്ലതുമുണ്ട്, കെട്ടതുമുണ്ട്. ഇപ്പം ഈ കുട്ടി കിടക്കുന്ന ബെഡ്റൂമിലെ എനർജി എന്താണെന്ന് കണക്കാക്കണം. ഉദാഹരണത്തിന്, ഇദ്ദേഹം ഒരു 5-2 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു ബെഡ്റൂമിലാണ്, അല്ലെങ്കിൽ മൗണ്ടൻ സ്റ്റാർ 5 ആയിട്ടുള്ള ഒരു ബെഡ്റൂമിലാണ് ഈ കുട്ടി കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ടോട്ടൽ ലോസിന് കാരണമാവും. പലതരത്തിലുള്ള നഷ്ടങ്ങളും ഈ കുട്ടി ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ റൂം ആണെങ്കിൽ കൊച്ചിനെ ആ റൂമിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അടുത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുള്ളൊരു ഡയറക്ഷൻ ഉണ്ട്. ഇപ്പോൾ കുവാ നമ്പർ 8 ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ദിക്കെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ ഈ കുട്ടി ഒരല്പം ടിൽറ്റ് ചെയ്ത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് നോക്കിയിരുന്ന് പഠിക്കണം. അപ്പൊ നമ്മുടെ വാസ്തുവിൽ പറയുന്നു വിദ്യാഭ്യാസത്തിന് ഒന്നേൽ കിഴക്ക് നോക്കിയിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ വടക്ക് നോക്കിയിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത്. ഫെങ്ഷുയിൽ പറയുന്നു ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലോട്ട് നോക്കിയിരുന്ന് പഠിക്കാനാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഈ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസത്തിന്റെ ദിക്കെന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്, അവിടെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് നോക്കുക. രണ്ട്, ഈ കുട്ടിയുടെ ബെഡ്റൂമിനകത്ത് മൗണ്ടൻ സ്റ്റാർ 5 എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. മൂന്ന്, ഈ കുട്ടി എങ്ങോട്ട് നോക്കിയിരുന്ന് പഠിക്കുന്നു, അത് ഇദ്ദേഹത്തിന്റെ ഭാഗ്യദിക്കാണോ, ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഡയറക്ഷൻ ആണോ എന്ന് നോക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് പറയുമ്പോൾ, ഒരു റൂമിലിരുന്ന് പഠിക്കുമ്പോൾ ബാക്ക് സൈഡിൽ സ്ട്രോങ് ആയിട്ടൊരു ഭിത്തി ഉണ്ടായിരിക്കുകയും ഫ്രണ്ട് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് പഠിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ട സ്ഥലം. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ടൂൾസ് തന്നെ നോക്കാം. ഇതൊരു വൈറ്റ് ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ഇതൊരു മാലയായിട്ട് ധരിച്ചുകൊണ്ടിരുന്ന് പഠിക്കാം. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്ന ഒരു വൈറ്റ് ബ്രേസ്ലെറ്റ് ആണ്. ഇത് നമുക്ക് വലത് കയ്യിൽ ആൺകുട്ടികൾക്ക് ധരിക്കാം, പെൺകുട്ടികൾക്കാണെങ്കിൽ ഇടത്തെ കയ്യിൽ ധരിക്കാം. ഇതൊരു പെൻഡന്റ് ആണ്. ഇതൊരു മാലയിലോ ചരടിലോ കൊടുത്ത് ലോക്കറ്റായിട്ട് ധരിച്ചുകൊണ്ടും പഠിക്കാം. ഇത് പഠിക്കുന്ന സമയത്ത് ശരീരത്തിൽ ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ എക്സാമിന് പോകുമ്പോഴും കൈവശം ഉള്ളത് നല്ലതായിരിക്കും. അതുപോലെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള 8 ക്രിസ്റ്റൽ ബോളുകൾ ഒരു റെഡ് ചരടിൽ ഹാങ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ ഈ 8 ക്രിസ്റ്റൽ ബോളുകൾ വെച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം. രണ്ട്, ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ടവർ നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നതും വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധിക്ക് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്.